സർക്കാരിന്റെ തീരുമാനമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇന്ന് പുറത്തു വരില്ല, വിധി പരിശോധിച്ച ശേഷം എന്ന്. അതാണ് ഒരാഴ്ച എന്നുള്ള കണക്ക് ഇപ്പോൾ പുറത്തു വരുന്നത്. വാർത്തയോട് പ്രതികരിക്കാൻ മാലാ പാർവതി, ഇപ്പോൾ ഹൈക്കോടതിയിലേക്ക് ഒരു ഹർജി വരികയായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടരുത് എന്ന്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള സ്റ്റേ ആയിരുന്നു. ഇപ്പോൾ ആ ഹർജി തള്ളിയിരിക്കുകയാണ്. ഇപ്പോഴും റിപ്പോർട്ട് ഇന്ന് തന്നെ പുറത്തുവിടാൻ സർക്കാർ തയ്യാറാകുന്നില്ല. എന്താണ് നിങ്ങളുടെ ഒരു മനസ്സിലാക്കൽ? ഇതിന്റെ പിന്നിലുള്ള റെസിസ്റ്റൻസ് തന്നെയാണ് നമ്മൾ പിന്നെയും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഹേമ കമ്മിറ്റി വരാനുണ്ടായ സാഹചര്യം, അത് വന്നിട്ട് ഏറെക്കാലത്തെ അന്വേഷണം, അപ്പൊ നമ്മൾ എന്താ വിചാരിക്കുന്നത്, ഒരു സമഗ്രമായ പഠനം അവിടെ നടക്കുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് നമുക്ക് ഒരിക്കലും അറിയാൻ പറ്റില്ല. നമ്മൾ സിനിമ ജോലി ചെയ്താൽ പോലും എന്തൊക്കെയാണ് സിനിമയ്ക്കകത്ത് നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് അതിന്റെ ഒരു സൈഡ് നമുക്ക് അങ്ങനെ മനസ്സിലാകത്തില്ല. കാരണം ഇത് ഓരോ ഓഫീസിൽ നടക്കുന്ന ഒരു ജനറൽ ആയിട്ടുള്ള കാര്യമല്ല, ഓരോരോ സെറ്റാ. അപ്പൊ അവിടെ ഒരു സിറ്റ് എല്ലാവരും കൂടെ വന്ന് കൂടുന്നു, സിനിമ ചെയ്യുന്നു, പിരിയുന്നു. അങ്ങനെ വരുമ്പോൾ നമുക്ക് അതിനകത്തൊരു ഒരു സിനിമയിൽ എന്താ സംഭവിച്ചത് നമുക്ക് വെളിയിരുന്ന് ഊഹിക്കാനേ പറ്റുള്ളൂ. അപ്പൊ അതിനെ എല്ലാവരുടെയും എല്ലാ മേഖലയിലും പെട്ടവരെയും വിളിച്ചു വരുത്തി അവരുടെ പറയാനുള്ളതൊക്കെ കേട്ട് ഒരു റിപ്പോർട്ട് തയ്യാറാക്കി. അപ്പോൾ അത് വ്യക്തികളുടെ പേര് പറയാനോ നടന്നിരുന്ന കാര്യങ്ങളെ അവമാനിക്കാനോ ഒന്നുമല്ല. പക്ഷെ എന്തെല്ലാമാണ് ചതിക്കുഴികൾ, എന്തെല്ലാമാണ് പ്രശ്നങ്ങൾ നേരിട്ടിരുന്നത്, എന്തിലൂടെ എല്ലാം കടന്നുപോയി ആൾക്കാര്, എന്തെല്ലാം മാറ്റമാണ് വരേണ്ടത് എന്ന് കഴിഞ്ഞ കാലത്തെ പഠിച്ചുകൊണ്ട് നമുക്ക് മെച്ചപ്പെട്ട ഒരു സമൂഹത്തെ പടുത്തുയർത്താൻ, ഒരു തൊഴിൽ മേഖലയുടെ പിന്നെ അതിന്റെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനെ തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ഒരു ഉത്തരവാദിത്തപ്പെട്ട സമൂഹം തയ്യാറാവണം. അപ്പൊ അങ്ങനെ ഒരു കാര്യമായിട്ടാണ് WCCയുടെയും ഒക്കെ പ്രവർത്തനത്തിന്റെ ഫലമായി ഉണ്ടായത്. അപ്പൊ അത് WCCക്കാർ ചെയ്തതിനോട് വളരെയധികം ഒരു സിനിമാ പ്രവർത്തക എന്നുള്ള നിലയ്ക്ക് നമ്മളൊക്കെ വളരെ നന്ദിയുള്ളവരാണ്. അപ്പൊ അങ്ങനെ ഒരു പഠനം വരുന്നു, അത് നമ്മളൊക്കെ പോയി അവർക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോ പേരൊഴിവാക്കി വിടാൻ പോകുന്നു, ഇപ്പൊ വിടും എന്ന് പറഞ്ഞ് മിഥുനത്തില് മറ്റേ ഇങ്ങനെ തേങ്ങയൊക്കെ പിടിച്ചോണ്ടിരിക്കുന്ന പോലെ ഇങ്ങനെ പറഞ്ഞു അവസാനം ദൈവം വേറൊരു സജീവ് പാറയിൽ പോയി കേസ് കൊടുത്തിരിക്കുന്നു. അദ്ദേഹത്തിന് അത് പ്രശ്നമാണെന്ന്, അദ്ദേഹത്തിന് എന്താണ് പൊതു താല്പര്യം ഇല്ലെന്ന്. എന്താണ് അദ്ദേഹത്തിന്റെ താല്പര്യം? അദ്ദേഹം മറ്റാരുടെയും താല്പര്യത്തിൽ വന്നതാണോ? എന്താണ് സംശയിക്കുന്നത്? ഒരു പിടിയില്ല. അദ്ദേഹത്തിനോട് നിങ്ങൾ എന്താ ചോദിക്കാത്ത? അദ്ദേഹം ചാനലുകാർ ചോദിക്കുന്നോ വിചാരിച്ചു ഞങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്. പുള്ളിക്ക് എന്താ പറയാനുള്ളത് കേൾക്കാൻ. പുള്ളിയൊന്നും പറഞ്ഞില്ല. നമ്മളൊക്കെ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർക്ക് പറ്റുന്നില്ല, പാടില്ല എന്ന് പറയുന്നവരുടെ ഒന്നും നമ്മൾ കേൾക്കുന്നില്ല. എന്തെങ്കിലും ഒന്ന് പുള്ളിയൊന്ന് വിളിച്ച് ചോദിക്കണമെന്ന് ഞാൻ പറയുന്നു. മാലാ പാർവതി, ഇപ്പോൾ സിനിമാ മേഖലയിൽ സ്ത്രീകളുടെ അന്തസ്സും അഭിമാനത്തിനും എത്രത്തോളം വില ഈ സർക്കാർ നൽകുന്നുണ്ടെന്നൊരു പ്രധാനപ്പെട്ട വിഷയമല്ലേ? 5 വർഷമാകുന്നു ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ട്. ഈ റിപ്പോർട്ട് ഈ കമ്മിറ്റി രൂപീകരിച്ചതിന് പിന്നിലെ തന്നെ കാര്യം എന്താണ്? ഒരു നടി ആക്രമിക്കപ്പെട്ടതാണ്. അതിന്മേൽ എത്ര സമ്മർദ്ദമുണ്ടായിട്ടാണ് ഒരു കമ്മിറ്റി രൂപീകരിച്ചത്? ഈ സമൂഹത്തിലുണ്ടാകുന്ന ഒരു വികസനവും ഒരു മാറ്റവും ഉൾക്കൊള്ളാതെ സിനിമാ മേഖല വേറെ ഏതോ ലോകത്ത് ജീവിക്കുന്നു. അവിടുത്തെ പുരുഷന്മാർ സ്ത്രീകളോട് മോശം രീതിയിൽ പെരുമാറുന്നു. അവിടെ അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ പോലും സ്ത്രീകൾ അനുഭവിക്കുന്നില്ല. താരങ്ങൾ എന്ന് പറയപ്പെടുന്ന വനിതകൾ പോലും അനുഭവിക്കുന്ന എന്താണ് എന്നുള്ള വിവരം പുറത്തു വരുന്നു. അപ്പോൾ അതിൽ റിപ്പോർട്ട് പുറത്തു വിടുകയാണെങ്കിൽ തന്നെ സ്വകാര്യത മാനിക്കുമെന്നിങ്ങനെ ആവർത്തിച്ച് പറയുകയാണ്. ആരുടെ സ്വകാര്യത? അല്ല, അത് ഞാൻ പറഞ്ഞു. എന്ന് വെച്ചാൽ സിനിമ നടന്നുപോയ കാര്യമാണല്ലോ. കുറെ നാൾ, ഏത് കാലം തൊട്ടുള്ളത് നമ്മൾ കണ്ടുപിടിക്കും. എത്ര വർഷം കൊണ്ടുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കും. എന്ന് വെച്ചാൽ ഒരു നിയമം ഉണ്ടായതിനു ശേഷം ഇപ്പൊ നമുക്ക് നിയമം ഇല്ല, ഇതൊരു സമരമാണ്. കുറെ വർഷം കൊണ്ട് നേരെ സമരം. അപ്പൊ ഇതിനകത്ത് ഇപ്പൊ സ്വകാര്യത വന്നു കഴിഞ്ഞാൽ ആരൊക്കെ എവിടൊക്കെ ഇരുന്ന് നെഞ്ച് പൊളയുന്നെന്ന് നമുക്കിപ്പോ മനസ്സിലായില്ലേ? സജിമോഹൻ പാറയിൽ എന്ന് പറഞ്ഞ ഒരാൾ പെട്ടെന്ന് ഉദിച്ചു വന്ന് അദ്ദേഹം കേസ് കൊടുക്കാൻ പോയാണ്ടോ? നമ്മൾ അദ്ദേഹത്തെ ഒരു മെയിൻ സ്ട്രീം സിനിമക്കാരനായിട്ടൊന്നും നമ്മൾ കണ്ടിട്ടേ ഇല്ല. അപ്പൊ എത്രയോ പേരിങ്ങനെ നൊന്നുകൊണ്ടിരിക്കുവാണ്. നമുക്കറിഞ്ഞൂടാ എന്തൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഓരോരുത്തർ അനുഭവിക്കുന്നത്. അപ്പൊ അങ്ങനെ പല ആൾക്കാരും, ഒരു വലിയ സമൂഹം, ഒരു സർക്കാർ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയല്ലല്ലോ, അതൊരു സിസ്റ്റം അല്ലേ. അപ്പൊ ആദ്യം തന്നെ കമ്മിറ്റി ആയപ്പോ തന്നെ ഇതിന്റെ പകുതി മോനെ ഒടിഞ്ഞല്ലോ. കമ്മീഷൻ മാറ്റി. ആദ്യം കമ്മീഷനായിരുന്നു, ഓർക്കുന്നോ സ്മൃതി? കമ്മീഷനായിരുന്നു. അത് കഴിഞ്ഞ കമ്മിറ്റിയായി. അപ്പൊ അതിന്റെ പവേഴ്സ് പകുതി കൂടുതലും പോയി. അത് തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഇന്റലിജൻസ്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു പഠന റിപ്പോർട്ട് മാത്രമാണ്. അതിനകത്ത് പേരുണ്ടായാലും ഒന്നുമില്ല, ഇല്ലെങ്കിലും ഒന്നുമില്ല. മനസ്സിലായോ? കമ്മീഷൻ ആയിരുന്നെങ്കിൽ വേറെ കാര്യമാണ്. ഈ റിപ്പോർട്ടിന്മേൽ എന്ത് കാര്യം നടപ്പാകുമെന്നാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ മാലാ പാർവതിയുടെ പ്രതീക്ഷ? ഒരു IC എല്ലാ സെറ്റുകളിലും IC രൂപീകരിക്കണമെന്ന് പറഞ്ഞു. അത് എത്രത്തോളം നടപ്പായിട്ടുണ്ട് എന്നുള്ള വിഷയം നിൽക്കുന്നു. മാലാ പാർവതി തന്നെ പലതവണ ചൂണ്ടിക്കാണിച്ചിട്ടില്ലേ, ബാത്റൂം സൗകര്യം പോലും ഇല്ലാതെ സിനിമാ സെറ്റുകളിൽ മണിക്കൂറുകൾ തുടരേണ്ട അവസ്ഥ.
IC ഇപ്പൊ പിന്നെ ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ കുറച്ച് സ്ട്രിക്റ്റ് ആണ്. അപ്പൊ അവര് നിരന്തരമായിട്ട് എല്ലായിടവും വിളിച്ച് ചോദിക്കുകയും മറ്റേ യൂണിറ്റ് വാനിൽ IC മെമ്പേഴ്സിന്റെ പേര് എഴുതി വെക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് പക്ഷെ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നാൽ എങ്ങനെയാണത് ഇപ്പോഴും അത് മറച്ചു വെക്കപ്പെടുകയാണോ, ആ കുട്ടികളെ സെറ്റിന്ന് പറഞ്ഞു വിടുകയാണോ, അതോ ആളുകളെ സെറ്റിന്ന് പറഞ്ഞു വിടുകയാണോ എന്നൊക്കെ ഉള്ളത് നമുക്കറിയത്തില്ല. ഞാൻ അതാ പറഞ്ഞേ, ഇത് നമുക്ക് വിവരം കിട്ടാൻ സിനിമയിൽ ഭയങ്കര പാടാണ്. ഇത്രയും ഒരു സീക്രസി ഉള്ള ഒരു സ്ഥലമില്ല. കാരണം ഒരു പ്രശ്നം അനുഭവിക്കുന്ന ആൾ അപ്പൊ തന്നെ അവരവിടെ നിന്ന് പോവും. അവര് പിന്നെ പറഞ്ഞാൽ അവർക്ക് ഭാവിയിൽ വർക്ക് കിട്ടത്തില്ല എന്നുള്ളത് കൊണ്ട് ആരും സംസാരിക്കത്തില്ല. അപ്പോഴാണ് ഒരു രഹസ്യമായ ഒരു കമ്മിറ്റിയിൽ ഇത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തെല്ലാം പ്രശ്നങ്ങൾ ഏതെല്ലാം മേഖലയിൽ, അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ആണോ, ആക്ടേഴ്സ് ആണോ, അല്ലെങ്കിൽ ഹെയർ ചെയ്യുന്ന കുട്ടികളാണോ, അല്ലെങ്കിൽ പിന്നെ ഡാൻസേഴ്സ് ആണോ, എത്ര മേഖലയുണ്ട്, സപ്പോർട്ടിംഗ് ആക്ടേഴ്സ് ആണോ, എവിടെ നിന്നൊക്കെ പ്രശ്നങ്ങൾ അനുഭവിക്കാം, എന്തെല്ലാം ഇഷ്യൂസ് ആണ്, ഇത് എവിടെയാണ് ഇത് സംഭവിക്കുന്നത് എന്നൊക്കെയുള്ള പഠനം ആണ് വരേണ്ടത്. അത് പുറത്ത് വന്നാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ എന്തൊക്കെ നടക്കുന്നുണ്ട്, നമുക്ക് എങ്ങനെ മെച്ചപ്പെടുത്താം എന്ന്, അല്ലേ? ഊഹത്തിൽ കാര്യമില്ല, പഠനം വരട്ടെ. സർക്കാരിനുള്ള ആത്മാർത്ഥത എത്രത്തോളം എന്നാണ് ഇപ്പോൾ മാലാപാർവതി കരുതുന്നത്? മാത്രമല്ല ഈ കമ്മിറ്റിയിൽ അംഗങ്ങൾക്ക് ഇതിലുള്ള ആത്മാർത്ഥത എങ്ങനെയാണ്? സിനിമാ ലോകത്തു നിന്നുള്ളവർ തന്നെ ഉണ്ടായിരുന്നല്ലോ. നടി ശാരദയെ പോലുള്ളവർ അന്ന് നടത്തിയ പ്രതികരണങ്ങൾ വരെ വിവാദമായിട്ടുണ്ട്. അല്ലെ, അത് എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ ഇപ്പൊ പറ്റത്തില്ല സ്മൃതി. റിപ്പോർട്ട് വരട്ടെ, റിപ്പോർട്ട് വായിച്ചാലേ നമുക്ക് ഇതിനകത്ത് കാമ്പുള്ളതാണോ എന്നോ പറയാൻ പറ്റും. നമ്മളിങ്ങനെ കാണാത്തൊരു കാര്യം പറയുന്നു. സർക്കാരിന്റെ പിന്നെ എന്താ താല്പര്യം, കമ്മീഷൻ എന്നുള്ളത് കമ്മിറ്റി ആയപ്പോ തന്നെ നമുക്ക് അതിനകത്തൊരു കുറച്ച് താല്പര്യം, എന്താണ് ഇവരിങ്ങനെ ചെയ്തതെന്ന് തോന്നി. പിന്നെ രണ്ടാമത് ഇങ്ങനെ ആർക്കാണ് ഇതിൽ ധൃതി എന്ന് ചോദിച്ച ഒരു സെന്റൻസ്, അത് ഭയങ്കര ഹേർട്ടിങ് ആയിരുന്നു. എങ്ങനെയാണ് ചോദിക്കാൻ പറ്റുന്നത്? ധൃതിയുണ്ട്, കാരണം ജോലി ചെയ്യുന്നവർക്ക് ധൃതിയുണ്ട്, അല്ലാതെ ആർക്കാ ധൃതിയുള്ളത്? നമുക്ക് അതിന് ധൃതിയുള്ളത്. നമ്മൾ അപ്പൊ ഇത് പൊതു താല്പര്യമല്ല, നമുക്ക് പൊതു താല്പര്യമുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ വർക്ക് ചെയ്യുന്ന മേഖല കുറച്ചുകൂടെ സുരക്ഷിതമായ ഒരു ഇടമാവും. നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് ഇരിക്കാൻ ഒരു സ്ഥലമുണ്ട്, കുറച്ചുകൂടെ സേഫ് ആയിട്ടുള്ള സ്ഥലമുണ്ട്, നമുക്ക് വേഷം മാറാൻ നല്ലൊരു സ്ഥലമുണ്ട് എന്നൊക്കെ പറയുന്ന ഉറപ്പുകൾ ഇങ്ങനെയൊക്കെ വരുമെന്ന് നമ്മൾ വിചാരിക്കുന്നു. വരുമോന്ന് അറിയത്തില്ല. കാരണം പ്രൊഡ്യൂസറിന്റെ പൈസ ഇല്ല, ഇത്രയേ ഉള്ളൂ, നമ്മുടെ പരാധീനതയിൽ നിന്ന് നിങ്ങൾ സിനിമ ചെയ്യണം എന്ന് പറഞ്ഞാൽ ചെയ്യണം എന്ന് തന്നെ, വേറെ വഴിയൊന്നുമില്ല. അപ്പോൾ ആ തരത്തിലുള്ള സൗകര്യം എല്ലാവർക്കും കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ഇത്രയും സൗകര്യം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ സിനിമ ചെയ്യാവൂ എന്ന് പറഞ്ഞാൽ നല്ല സിനിമകൾ ചിലപ്പോൾ നടന്നു വരത്തില്ല. അപ്പൊ ഇതൊക്കെ ഭയങ്കര റിലേറ്റീവ് ആണ്. നമുക്ക് ഒന്നും ഇങ്ങനെ അടിച്ചേൽപ്പിക്കാൻ പറ്റത്തില്ല സിനിമ പോലൊരു മേഖലയിൽ. അപ്പൊ നമ്മൾ പോലും ജോലി ചെയ്യും, നല്ലൊരു സംവിധായകനാണെങ്കിൽ ഒരു സൗകര്യം കിട്ടിയില്ല നമ്മൾ ജോലി ചെയ്യാൻ പോകും. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഉറപ്പുള്ള ഒരു സെറ്റാണ്. പക്ഷേ എല്ലാ സെറ്റുകളും അങ്ങനെയല്ല. ഇപ്പൊ നമ്മൾ ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സെറ്റിൽ പോയിട്ട് അവിടുത്തെ ഒരു സിറ്റുവേഷൻ കണ്ടിട്ട് ഞാനിങ്ങനെ തിരിച്ചു പോന്നു, ഞാൻ വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. കാരണം അവിടെ നിന്ന് കുഴപ്പമാവണ്ട, എനിക്ക് പറ്റുന്നില്ല എന്ന് തോന്നിയോണ്ട് ഞാൻ പോകുന്നു. അപ്പൊ എല്ലാവർക്കും അങ്ങനെ നിലപാടെടുക്കാനും പറ്റില്ല അല്ലേ? എല്ലാവർക്കും അങ്ങനെ പറ്റത്തില്ല. എനിക്കിപ്പോ ആ സമയത്ത് ഞാൻ അഡ്വാൻസ് വാങ്ങിച്ച പൈസ എനിക്ക് തിരിച്ചു കൊടുക്കാൻ ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് തിരിച്ചു വരാൻ പറ്റി. അഡ്വാൻസ് കൊടുക്കാനില്ലായിരുന്നെങ്കിലോ ഞാൻ നിന്ന് ജോലി ചെയ്യത്തില്ലേ? അതെ. അപ്പൊ അവിടുത്തെ ഒരു രീതി പിടിച്ചില്ല. അയ്യോ ഇവിടെ നിന്നാൽ ശരിയാവൂല, നമുക്ക് അത്ര സേഫ് ആയിട്ട് തോന്നില്ല. ഞാൻ അപ്പോഴേ എനിക്ക് പോരാൻ പറ്റി. എൻ്റെ കയ്യിൽ അഡ്വാൻസ് കൊടുക്കാൻ വലിയ പൈസയൊന്നും നമുക്ക് ചില സിനിമയിൽ നമ്മൾ സിനിമ വർക്ക് ചെയ്ത് എത്രയോ നാളെ പൈസയേ തരത്തില്ല. എന്നും ഇത് വിളിച്ച് കാശുണ്ടോ, അപ്പൊ വന്നില്ല, പൈസ ഇല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് പൈസ തരത്തില്ല. 1 വർഷമോ 2 വർഷമോ കഴിഞ്ഞിട്ട് ഡബ്ബിങ്ങിന് വിളിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ പൈസ തരുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ സിനിമയിലുണ്ട്. ഞാൻ അനുഭവിക്കുന്നത് പകുതി കൂടുതൽ അറിയാൻ ഒക്കില്ല സ്മൃതി. എന്റെ ഒരു കാറ്റഗറിയിലും എന്റെ പ്രായത്തിലുള്ള ആൾക്കാർ അനുഭവിക്കുന്ന അല്ല വേറെ കാറ്റഗറിയിലും വേറെ ചെറുപ്പക്കാരും പിള്ളേരും ഒന്നും അനുഭവിക്കുന്നത്, പുതിയതായിട്ട് വരുന്നവരും ഒന്നും. വേതനത്തിലെ വിവേചനത്തിൽ തുടങ്ങുന്നു, അതിലപ്പുറം ഒരുപാട് കാര്യങ്ങൾ, സൗകര്യത്തിൽ ഒരുപാട് കാര്യത്തിലുണ്ട്. അതിപ്പോ എനിക്കിതൊന്ന് ജനറലായിട്ട് പറയാനേ പറ്റത്തില്ല. നോക്കൂ, ഞാൻ 54 വയസ്സായി. എനിക്ക് എന്റെ അവസ്ഥയിൽ നിന്ന് എനിക്ക് സിനിമയിൽ ഇങ്ങനെയൊക്കെയാണെന്ന് എനിക്ക് പറയാം. വേറൊരു കുട്ടിയുടെ കഥ വേറെ എന്റെ അതിൽ ഡിഫറെന്റ് ആയിരിക്കും, മനസ്സിലായില്ലേ? അപ്പൊ അത് ഈ പഠനം അതാണ് നമ്മൾ നോക്കിയിരിക്കുന്നത്, എന്ത് വരും ഇതിൽ നിന്ന്. അപ്പൊ അത് പുറത്തു വിടണം. അതിന് പൊതു താല്പര്യം ഇല്ലെന്ന് പറഞ്ഞാൽ എന്താണ്? സിനിമയിലെ ആൾക്കാർക്ക് ജീവന് വിലയില്ലെന്നാണോ? അത് കോടതി ഏതായാലും തള്ളിയത് വലിയൊരു കാര്യമായി. ആർക്കാണ് ധൃതി എന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും ഉണ്ട് ധൃതി. ധൃതിയുണ്ട്, പിന്നെ എല്ലാവർക്കും ധൃതിയുണ്ട്. നമുക്ക് സിനിമ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് എല്ലാം ധൃതിയുണ്ട്. ഇത് അറിയണം, ഇതിൽ നിന്നൊരു മാറ്റം വരണം, പുതിയ നിയമ നിർമ്മാണം വരണം, നമുക്ക് ധൃതിയുണ്ട്. പിന്നെ നമുക്ക് എല്ലാം ധൃതിയുണ്ട്. അതുപോലെ ഇദ്ദേഹത്തിനോട് ചോദിക്കണം കേട്ടോ, ഇത് എന്ത് വരുന്നത് ഇതിന്റെ ഒരു പ്രശ്നം പറയില്ല. അത് നിങ്ങൾ ചോദിക്കാത്ത എല്ലാവരോടും നിങ്ങൾ ചോദിക്കുന്നതല്ലേ? സജിമോനെ ഒരുപാടായി ശ്രമിക്കുന്നു, കിട്ടുന്നില്ല.
അതെന്തൊരു വർത്താനാണ് എന്റെ പൊന്നു സ്മൃതി. ഇതുപോലൊരു പൊതു താല്പര്യം കൊടുത്തിട്ട് പുള്ളി മുങ്ങി നടക്കാതൊക്കെ പറഞ്ഞ. അതല്ല, ഒന്നാമത് ഞാൻ ഇന്ന നിർമ്മാതാവാണെന്ന പേര് പറഞ്ഞുകൊണ്ട് ഒരു ഹർജി സമർപ്പിക്കുന്നു, എന്റെ പേര് ഇതിലുണ്ട്, എനിക്കെതിരെ പീഡന പരാതിയുണ്ട് എന്ന് നാട്ടുകാരോട് പറഞ്ഞിട്ട് പറയാണ് ഈ റിപ്പോർട്ട് പുറത്തു വിടരുത്, എന്റെ പേര് പുറത്തു വരുന്നത്. എന്താ ഉദ്ദേശിക്കുന്നത് മനസ്സിലാവുന്നില്ല. എന്താണ് എന്താണ് അദ്ദേഹം. അപ്പൊ സജിമോന്റെ എല്ലാ താല്പര്യം ഒന്നും വ്യക്തമായില്ലേ? അപ്പൊ അദ്ദേഹം അല്ലല്ല അങ്ങനെയല്ല പറയാൻ പറ്റത്തില്ല. അദ്ദേഹം ഏത് സിനിമയാണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്, അതിനകത്ത് ആൾക്കാരായിരുന്നു അതൊക്കെ അങ്ങനെ പറ്റില്ലല്ലോ. സജിമോഹൻ പാറയിൽ എന്ന് പറയുന്ന വ്യക്തിയുടെ എന്താണ് അദ്ദേഹത്തിന് ഇത്രയും, അതുപോലെ ഞാൻ പറയുന്നത് ഇതുപോലെയല്ല ഒരുപാട് ആൾക്കാർ ഇരുന്ന് വേദനിക്കുന്നുണ്ടാവുന്ന ഒരുപാട് വൺ ടൈം സിനിമയിലൊക്കെ വരുന്ന ഒരുപാട് പേരുണ്ട്. ചുമ്മാ സിനിമ എന്ന് പറയുമ്പോൾ ഗ്ലാമർ വേൾഡ് അല്ലേ, കുറെ പെണ്ണ് കിട്ടും, കുറെ കള്ളിട്ടെന്നൊക്കെ പറഞ്ഞ് വരുന്നവരുണ്ട്. അത് പൈസയും പോവും, പെണ്ണും കിട്ടൂല. അതൊക്കെയാണ് എന്റെ യാഥാർത്ഥ്യം. അവരുടെ പ്രൊഡ്യൂസേഴ്സിന്റെ കഥ ചോദിച്ചാൽ വേറെ ഒരു വലിയ കഥ പറയാനുണ്ടാവും അവർക്ക്.